പ്പെടുന്നു. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ബൈബിൾ തുറന്ന് ദൈവവചനത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയും മാന്യതയും സ്തോത്രം വെളിപ്പെടുത്തുന്നത് കൂടെയാണ്. ദൈവവചനം വായിക്കുന്ന സമയത്ത് സ്തോത്രം ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കയ്യിലേക്ക് എടുത്ത് തുറക്കുക, ആ വാക്യം വായിക്കുക എന്നുള്ളത്, വാക്യം ശ്രദ്ധിക്കുക എന്നുള്ളത്. ഞാൻ വായിക്കുന്നു 6-ാം അധ്യായം 16-ാം വാക്യം. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പീൻ. ദൈവത്തിൻ്റെ സർവായുധ വർഗം എന്നത് വിശുദ്ധ പൗലോസിന് ദൈവത്താൽ സ്തോത്രം വെളിപ്പെട്ട് കിട്ടിയ ശക്തമായ ഒരു ആത്മീക വെളിപ്പാടാണ്. ഒരു 3 മാസം ഇരുന്നിടത്തിരുന്ന് പഠിച്ചാൽ പോലും തീരാതെ വണ്ണം അത്രയ്ക്ക് ശക്തമായിരിക്കുന്ന ആത്മീക മർമ്മങ്ങൾ നിറഞ്ഞതാണ് ദൈവത്തിൻ്റെ സർവായുധ വർഗം എന്നത്. സ്തോത്രം. ദൈവമക്കൾ, വിശ്വാസികൾ ദൈവത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുമ്പോൾ, നല്ലിടയൻ്റെ കൈക്കീഴിലെ ആടുകളായിരിക്കുമ്പോൾ, ആ മുന്തിരിച്ചെടിയിലെ നല്ല കൊമ്പുകളും ഫലം കായ്ക്കുന്ന സ്തോത്രം മുന്തിരിവള്ളിയുമായിരിക്കുമ്പോൾ, ഒരു കെട്ടിടത്തിൻ്റെ ചേർത്ത് വെച്ച് പണിത കല്ലുകളായിരിക്കുമ്പോൾ, സുന്ദരനായൊരു മണവാളൻ്റെ സുന്ദരിയായ മണവാട്ടി ആയിരിക്കുമ്പോൾ തന്നെ, അതേ അവസരത്തിൽ തന്നെ ദൈവമക്കൾ ഒരു പോർക്കളത്തിലെ പടയാളി കൂടെയാണെന്ന് ഓർപ്പിക്കുന്ന ശക്തമായിരിക്കുന്ന വേദഭാഗങ്ങൾ ഇതും ഇതിനപ്പുറവും ബൈബിളിനകത്തുണ്ട്. ഇപ്പം നമ്മൾ ഓർത്തോളണം, സ്തോത്രം, ഒരേ സമയത്ത് തന്നെ ഒരു മൾട്ടി പർപ്പസ് എന്ന് പറയുമ്പോൾ ഒരു സമയത്ത് തന്നെ പല വിധത്തിൽ പല നിലവാരത്തിൽ സ്തോത്രം നമ്മളിൽ വെളിപ്പെടുന്ന ദൈവീകമായിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ചില വേളകളിൽ ഇപ്പം യേശുക്രിസ്തുവിനെ തന്നെ മനസ്സിലാക്കി നമുക്ക് കാണാൻ കഴിയുന്നു. കർത്താവിനെ വിളിക്കുന്നത് കുഞ്ഞാടെന്നാണ്, അപ്പോൾ തന്നെ യേശുവിനെ വിളിക്കുന്നത് യഹൂദാ ഗോത്രത്തിലെ സിംഹമെന്നാണ്. ഒരു സമയത്ത് തന്നെ യേശു കുഞ്ഞാടും സിംഹവുമായിരിക്കുന്നു. ചില വേളയിൽ നമുക്ക് വേണ്ടി സിംഹത്തെ പോലെ ചാടി വരും, ചില വേളയിൽ നമ്മെ രക്ഷിപ്പാൻ കുഞ്ഞാടിനെ പോലെ സമർപ്പിതനാകും. ഇത് നമ്മുടെ കർത്താവിൽ വെളിപ്പെട്ട് വരും. ഇതുപോലെ തന്നെ സ്തോത്രം, നമ്മൾ ദൈവമക്കളായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിൻ്റെ ദാസീദാസന്മാരായിരിക്കുമ്പോൾ തന്നെ നാം സ്തോത്രം ഈ പോർക്കളത്തിലെ പടയാളികളാണ്.